നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മുടെ കടലിൽ, നമ്മുടെ സമുദ്രത്തോട് ചേർന്ന് കടൽക്കരയിലേക്ക് ഒരു വലിയ മത്സ്യം വരുന്നുണ്ട്. ആ മത്സ്യത്തെക്കുറിച്ച് അനവധി വാർത്തകളും വരുന്നുണ്ട്. മത്സ്യം കരയിലേക്ക് വരികയാണെങ്കിൽ അതൊരു ദുരന്ത മുന്നറിയിപ്പും ദുരന്ത സൂചനയാണ് എന്ന് പറയുകയുണ്ടായി. ഈ മത്സ്യം വന്നതിന് പിന്നാലെ തന്നെ കടലിൽ അത്ര സുഖകരമായ വാർത്തകളൊന്നും തന്നെയല്ല സംഭവിക്കുന്നത്. കടലിൽ കപ്പലുകൾ നിരന്തരം മുങ്ങുന്നു, കടൽ പ്രക്ഷുബ്ധമാകുന്നു, ഈ മീൻ പിടിക്കാൻ പോകുന്നവർ തിരിച്ച് ഒരു മീനും ഒന്നുമില്ലാതെ വെറും വള്ളവുമായി തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും ആ മത്സ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായി ഡൂംസ്ഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ആഴക്കടൽ മത്സ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓർഫിഷ് എന്നറിയപ്പെടുന്ന ഈ മത്സ്യത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കണ്ടതോടുകൂടിയാണ് ആശങ്ക ഏറുന്നത്. വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സൂചനയായിട്ടാണ് ജാപ്പനീസുകാർ ഇതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 20 ദിവസത്തിനിടയിൽ 4 തവണയാണ് ഇവയെ കണ്ടത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ തീരത്തടിയുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം 30 അടി, അതായത് 9 മീറ്ററോളം നീളമുള്ള ഒരു ഭീമാകാരമായ ഓർഫിഷിനെ പിടികൂടിയത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടാസ്മാനിയൻ മറ്റൊരു ഓർഫിഷ് കരയ്ക്കടുക്കുകയും ചെയ്തു. ഏകദേശം 3 മീറ്റർ നീളമുള്ളതായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഒരാഴ്ചക്കിടെ ന്യൂസിലാൻഡ് 2 തവണ ഓർഫിഷ് മത്സ്യങ്ങൾ കരയ്ക്കടിഞ്ഞു. ഇതിനു മുമ്പ് 2024 ഓഗസ്റ്റിലായിരുന്നു കാലിഫോർണിയയിൽ ഓർഫിഷുകളെ കണ്ടത്. 2 ദിവസങ്ങൾക്കിപ്പുറം ലോസ് ഏഞ്ചൽസിൽ 4.4 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാവുകയും ചെയ്തു. ഓർഫിഷിന് ഭൂമിശാസ്ത്രപരമായ ചലനം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന ഊഹാപോഹത്തെ പിന്താങ്ങുന്ന സംഭവമായിരുന്നു ഇത്. നാടോടി കഥകളിൽ ഓർഫിഷുകൾ ദുരിതത്തിന്റെ സൂചനയായി കണക്കാക്കുമ്പോൾ സുനാമി, താപനിലയിലെ മാറ്റം, വിഷാംശം അല്ലെങ്കിൽ രോഗം തുടങ്ങിയ അസാധാരണമായ സംഭവങ്ങളാകാം ആ മത്സ്യങ്ങൾ കരയ്ക്കടുക്കാൻ കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ ഈ മത്സ്യം വന്നത് പിന്നെ അത്രയും നല്ല ശുഭകരമായ വാർത്തകളല്ല വരുന്നത് എന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ്. കാരണം കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു മാസത്തിനിടയിൽ തന്നെ 2 വമ്പൻ കപ്പലുകൾ മറിയുകയും കടലിന് അത്രയും ദോഷകരമായിട്ടുള്ള രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നത്. അത് ഭാവിയിൽ കേരളത്തിലെയും മലയാളികളുടെയും അതുപോലെ തന്നെ കടലിൽ നിന്ന് മത്സ്യം കഴിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവനത്തിന് ഭീഷണിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷെ അതൊക്കെ തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകാം. നമുക്കല്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്കായിരിക്കാം അതിന്റെയൊക്കെ തന്നെ ദോഷകരമായ വശങ്ങൾ അവരായിരിക്കാം ഒരുപക്ഷെ അനുഭവിക്കുക. എന്തായാലും ഇത്തരം ചില പ്രകൃതികളുടെ സൂചനകൾ നമ്മൾ അവഹേളിക്കുന്നത് അത്ര നല്ലതാണോ എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും 20 ദിവസത്തിനിടയിൽ 4ഓളം തവണയാണ് ഈ പറയുന്ന ഓർഫിഷ് എത്തുന്നത്. അപ്പോഴൊക്കെ തന്നെ പ്രകൃതി ചില ദുരന്തങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് പോയത്. അതിൽ ചിലരുടെ ജീവനും നഷ്ടമായിരുന്നു. എന്തായാലും ഇപ്പോൾ നടന്നു വരുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ വരാൻ പോകുന്ന വൻ ദുരന്തങ്ങളോടെയാണോ എന്ന ചോദ്യം നമ്മളെ ഭയപ്പെടുത്തുകയാണ്.